ഹലോ, എല്ലാവർക്കും ഡെയിലി വ്ളോഗിലേക്ക് സ്വാഗതം. ചാനലിൻ്റെ പേരൊന്ന് മാറ്റി, കാഞ്ചന എന്ന് മാറ്റി ഡെയിലി വ്ളോഗ് എന്നാക്കി. അപ്പോൾ നമുക്ക് ഇന്നൊരു മുളകിട്ട മീൻകറി വയ്ക്കാം. തേങ്ങ അരയ്ക്കാത്ത ഒരു മീൻകറി. ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു, ഉലുവാപ്പൊടിയാണ് ഇട്ടത് കേട്ടോ. കാര്യം പച്ചുലുവ ഉണ്ടായിരുന്നില്ല, അപ്പോൾ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി ഇട്ടു. അതിലേക്ക് ആവശ്യത്തിന് വെളുത്തുള്ളി, ഇഞ്ചി, കുഞ്ഞുള്ളി ചതച്ചത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കുക, ഒന്ന് വഴട്ടിയെടുക്കുക. മൂത്ത് പോവാത്ത രീതിയിൽ വഴട്ടിയെടുക്കുക. ക്യാമറ ഇരുന്ന് ആടുന്നത് എൻ്റെ ഒരു കയ്യിൽ ഫോണും മറ്റേ കയ്യിൽ ഞാൻ മറ്റേ കൈ കൊണ്ട് ഇളക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇതിരുന്നിങ്ങനെ ആടുന്നത് കേട്ടോ. ആദ്യമായിട്ടാണ് കുക്കിങ്ങൊക്കെ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ ഒരുപാട് തെറ്റ് കുറ്റങ്ങളുണ്ടാവും, ക്ഷമിക്കുക. അപ്പോൾ നല്ലപോലെ അതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മളെവിടെയൊക്കെ ഉണ്ടമുളക്, ചിലയിടത്ത് ഉടംകൊല്ലി മുളക് എന്നൊക്കെ പറയുന്ന മുളക് ചേർത്ത്, ഞാൻ ഇവിടെ 2 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ടിലൊരു സൗണ്ട് കേൾക്കുന്നത് അമ്മ തേങ്ങ തിരുകുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചതുരം പോലെ കട്ട് ചെയ്ത രീതിക്കാണ്. അപ്പോൾ ആ തക്കാളി കൂടി, ഒരു തക്കാളിയാണ് കേട്ടോ, ഇച്ചിരി വലിപ്പമുള്ള ഒരു തക്കാളി, അത് ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്ത് നല്ലതുപോലെ വഴട്ടുക. സോറി, ക്യാമറ ഓഫായി പോയത് ഞാൻ അറിഞ്ഞില്ല, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഈ തക്കാളിയും ചേർത്തതിന് ശേഷം ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മല്ലിപ്പൊടി, ശകലം കായപ്പൊടി, പുളിവെള്ളം, പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉപ്പും കറിവേപ്പിലയും ഇട്ട് ആണ് ഇട്ടു കേട്ടോ. ഇപ്പോൾ തിളയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ വെട്ടി തിളയ്ക്കണം. നോക്കൂ, നല്ലതുപോലെ ഇതുപോലെ വെട്ടി തിളയ്ക്കണം കേട്ടോ. വെട്ടിത്തിളച്ചതിന് ശേഷം ഞാൻ ഇവിടെ എടുത്തത് കണ്ണൻകൊഴിയാള എന്ന് പറയുന്ന മീനാണ്. അപ്പോൾ പലയിടത്തും പല പേരായിരിക്കും പറയുക. നമ്മളെ നാട്ടിൽ കണ്ണൻകൊഴിയാള എന്നാണ് പറയുന്നത്. അപ്പോൾ വെട്ടിക്കഴുകി വെച്ചിരുന്ന മീൻ അതിലേക്ക് ചേർക്കുക. അതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് എപ്പോഴും ഇളക്കേണ്ട കാര്യമില്ല. മീനിട്ട് ഒന്ന് അതിനെ മുക്കി വെച്ചതിന് ശേഷം അടച്ച് വെച്ച് നല്ലതുപോലെ വേവിച്ചാൽ മതി. നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കുമ്പോൾ ഏകദേശം ആയി. അപ്പോൾ ഇതുപോലെ വെട്ടിത്തിളയ്ക്കണം. മൺചട്ടി ആയതുകൊണ്ട് അതിൽ ഒരുപാട് നേരം ചൂട് നിൽക്കും. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തു.
കണ്ടോ, ഒന്ന് ഓഫ് ചെയ്ത ശേഷവും തിളയ്ക്കുന്ന കണ്ടോ. അപ്പോൾ നമുക്ക് ഫുള്ളല്ലാതെ കുറച്ച് ആവി പുറത്ത് പോകത്തക്ക രീതിയിൽ ചട്ടി ഒന്ന് അടച്ച് വയ്ക്കാം. നമ്മളെ മീൻകറി റെഡിയായി. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.